Hey there. Subscribe to my channel. And also press this bell icon. So you never miss any new updates, cause whenever we upload new video you will get a notification on your phone. Hello friends, നമ്മൾ ഇന്ന് ആദ്യമായി പഠിക്കാൻ പോകുന്നത് Adobe Premier Basic. ഏതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും ചെറിയതായിട്ട് ഒരു എഡിറ്റിംഗ് ആവശ്യമാണ്. അതിനാവശ്യമായ നമുക്ക് വിൻഡോസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലളിതമായ സോഫ്റ്റ്വെയറാണ് Adobe Premier. Adobe Premier CS5 ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായി Adobe Premier CS5 ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് Adobe Premierൻ്റെ ഇൻ്റർഫേസ്. ഇത് ഞാൻ മുമ്പ് ചെയ്ത പ്രോജക്റ്റുകളാണ് ഈ കാണിക്കുന്നത്. റീസെൻറ്റ് പ്രോജക്ട്സ്, പുണ്യദർശനം, അങ്ങനെ പല വർക്കുകളും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രോജക്റ്റുകളാണ്. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു പുതിയ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമുക്ക് ആദ്യമായി ഒരു ന്യൂ പ്രോജക്റ്റ് ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫയൽസ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്കിതിൽ കാണിച്ചു കൊടുക്കും. എങ്ങോട്ടാണ് ഇതിൻ്റെ പ്രോജക്റ്റ് സേവ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരല്ലേ ഗവൺമെൻറ്റിലെ കൗതം ക്രിയേഷൻസിൽ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കാം. മൈ ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് ന്യൂ ഫോൾഡർ, മേക്ക് എ ന്യൂ ഫോൾഡർ, ടെസ്റ്റ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കുക. ചെറുതായിട്ടൊരു പേര് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ ആയിരിക്കും സേവ് ചെയ്യേണ്ടത്. ഈ പ്രോജക്റ്റിനൊരു പേര് വേണം. അത് നമുക്ക് ടെസ്റ്റ് CS5 എന്ന് കൊടുക്കുക. ഓക്കെ സെലക്ട് ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. ന്യൂ സീക്വൻസ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന HD പ്രോജക്റ്റുകളാണ്. HD 720p. അതിൻ്റെ എല്ലാ ഡയമെൻഷൻസും ഇവിടെ കാണാം. ഫ്രെയിം സൈസ് 1280x720. ഇതാണ് നമ്മൾ സാധാരണ 720. ഇത് അതിൻ്റെ ഫുൾ HD 1080p. ഇത് ഫുൾ HD ആണ്. 1440x1080. ഫുൾ HD ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് അതിൻ്റെ ഫ്രെയിം റേറ്റ് 25. നമ്മൾ മാക്സിമം 25 ആണ് നമ്മുടെ കണക്ക്. നമുക്ക് 720p എടുത്താൽ മതിയാവും. യൂട്യൂബ് ചാനലിന് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഫുൾ HD 4K വരെ നമുക്കിതിൽ എടുക്കാൻ പറ്റും. ഈ HDV മാറ്റി കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ഫോർമാറ്റുകളുണ്ട്. XD ഓരോ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നതനുസരിച്ച് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലെടുക്കാം. നമുക്കിപ്പം പഠിക്കാനായിട്ട് തൽക്കാലം അതിൻ്റെ റെഡ് ഉണ്ട്, 2K 4K എല്ലാം ഇതിലുണ്ട്. നമ്മളിപ്പോൾ മൊബൈലിന് വേണ്ടിയുള്ള അളവുകളാണ്. ഐപോഡ് ഇതാ ഇവിടെ കാണിക്കാം. ഇതൊക്കെ പഴയ അളവുകളാണ്. ഇതൊക്കെ ചെറിയ 3GB പഴയ സെറ്റപ്പിലുള്ള അളവുകളാണ്. നമുക്ക് 480 644 ഇത് HD പോലും ഇല്ല. SD ആണ് നമുക്കിപ്പോൾ ആവശ്യം. HDVയിൽ പോയിട്ട് HDV 720p അതെടുത്തിട്ട് ഇതിനൊരു പേര് കൊടുക്കാം. അതിൻ്റെ പേര് 720p തന്നെ ഇടാം. ഓക്കെ, ഇത് ഓക്കെ അടിക്കും. ലോഡായി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ അകത്ത് നമുക്ക് പല അളവിലുള്ള സീക്വൻസുകൾ ഉണ്ടാക്കാം. അങ്ങനെ ഫയലിൽ പോയിട്ട് ന്യൂ സീക്വൻസ് എടുത്താൽ നമുക്കിപ്പം ഇതിപ്പോൾ 720 ആണ്. 720യുടെ കൂടെ തന്നെ ഒരേ പ്രോജക്റ്റിൽ തന്നെ നമുക്കൊരു ഫുൾ HD എടുക്കണമെന്ന് വെച്ചാൽ ന്യൂവിൽ പോയിട്ട് ന്യൂവിൽ പോയിട്ട് സീക്വൻസിലിപ്പോൾ HDV 1080 നമുക്ക് അങ്ങനെ പേര് കൊടുക്കണം. അങ്ങനെ പേര് കൊടുത്തില്ലെങ്കിൽ ഇത് മാർക്ക് അങ്ങോട്ടും കൊണ്ട് 1080p നമുക്ക് രണ്ടും ഓപ്പണായി. 720p നമ്മൾ ഓപ്പൺ ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെ വന്നിടും. 720p ഇവിടെ വന്നിട്ടില്ല. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ രണ്ടിലും മാറി ക്ലിക്ക് ചെയ്താൽ അത് വരും. ഈ മീഡിയ ബ്രൗസർ എഫക്ട്സ് ഹിസ്റ്ററി ഫോട്ടോഷോപ്പ് പോലെ തന്നെ ഇത് അഡോബിൻ്റെ. ഇതിൽ നമ്മളിപ്പോൾ ബേസിക്കായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇത് മൂവ് ടൂള്, ഇത് നമുക്ക് സ്ലോ മോഷനൊക്കെ ആക്കാനുള്ളത്, കട്ട്, ബ്ലേഡ്, ഇറേസർ C, ഇത് പെൻ ടൂള്, ഹാൻഡ് ടൂള്, ഇത് സൂം. അതൊക്കെ നമുക്ക് ഷോർട്ട് കട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൽ പോകേണ്ട ആവശ്യമില്ല. ഷോർട്ട് കട്ട്സ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഇതിലൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. ഇതിപ്പോൾ ഒരു ബ്ലാങ്ക് സ്ക്രീനാണ്. ഇതിലിപ്പോൾ ഇവിടെയാണ് നമുക്കെല്ലാം കാണാൻ പറ്റുന്നത്. ഇതിലൊരു ബ്ലാങ്ക് ഇതിൽ നമുക്കൊരു കളർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിതാ ഈ പ്രോജക്റ്റ് എന്നുള്ള ആ വിൻഡോയിലിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. വീണ്ടും തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഐറ്റം എടുത്തിട്ട്
നമുക്കൊരു കളർ ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ കളർ മേറ്റ് എടുക്കണം. കളർ മേറ്റ് ആകുമ്പോൾ നമ്മുടെ സീക്വൻസിൻ്റെ സെയിം അളവിൽ തന്നെ അത് കളർ മേറ്റ് ഉണ്ടാക്കും. 1080, 1280, 720, 25 ഫ്രെയിംസ്. ഓക്കെ, നമുക്ക് ലൈറ്റായിട്ടുള്ള കളർ കൊടുക്കാം. കളർ മാറ്റിന് നമുക്കാണെങ്കിൽ ബ്ലൂ എന്ന് പേര് കൊടുക്കാം. ബ്ലൂ. ഓക്കെ, ആ ബ്ലൂ ഇതാ ഇവിടെ വന്നു. ആ ബ്ലൂവിനെ നേരെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ട് ഇടണം. ഇതിൽ നീളം കൂട്ടണമെങ്കിൽ ഇതിൽ കൊണ്ട് വെക്കുമ്പോൾ തന്നെ ഒരു പോയിൻ്റർ വരും. ഈ ചുമന്ന സാധനം അതിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. നീളം കുറയ്ക്കണമെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വലിച്ച് ഇടത്തോട്ടും വലത്തോട്ടും. നീളം കുറയ്ക്കണമെങ്കിൽ ഇടത്തോട്ട്, നീളം കൂട്ടണമെങ്കിൽ വലത്തോട്ട്. ഇത് നമുക്കിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ഫയലിൽ പോയിട്ട് ന്യൂ ടൈറ്റിൽ എടുത്തിട്ട് ടൈറ്റിലിനാണ് പേര് കൊടുക്കാം. ഇൻട്രോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിവിടെ വന്നു. നമുക്ക് കുറച്ചുകൂടെയൊക്കെ പിടിച്ച് വലുതാക്കി വെക്കാം. അതിൽ ഓട്ടോമാറ്റിക് സെലക്ട് ആയിരിക്കും. സെലക്ട് ചെയ്തിട്ട് നമ്മളിതിൽ ക്ലിക്ക് ചെയ്യണം. ഫോട്ടോഷോപ്പ് പോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് എൻ്റെ ഡിഫാൾട്ട് ഫോണ്ടാണ്. നമുക്ക് വെൽക്കം എന്ന് ടൈപ്പ് ചെയ്യാം. വെൽക്കം ടു CS5. നമുക്ക് ഈ ഫോണ്ട് വരണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് ഫുള്ള് സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ ഫോണ്ടിൻ്റെ കളർ മാറ്റാം. ബ്ലാക്ക് കളർ ഇട്ട് നോക്കാം. എന്നിട്ട് ഈ ഫോണ്ട് മാറ്റാം. ആദ്യമായിട്ട് നമുക്ക് ഏരിയൽ, നമുക്ക് എല്ലാ സിസ്റ്റത്തിലുള്ള ഫോണ്ടാണ് ഏരിയൽ. ഇതിൻ്റെ ഇനിയിപ്പോൾ ഇതൊരു അലൈൻമെൻറ്റ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ തന്നെ ഉണ്ട്. രണ്ടാമത് കിടക്കുന്ന സെൻറ്റർ എടുത്തിട്ട് നമുക്ക് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ആരോ ടൂളുണ്ട്, സെലക്ഷൻ വി എന്നടിച്ചാലും മതി. വി എന്നടിച്ചിട്ട് നമുക്ക് ഇതിപ്പം കറക്റ്റ് സെൻറ്റർ ആക്കണമെങ്കിൽ അതിന് എളുപ്പ വഴിയുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതടിച്ചാൽ അങ്ങനെ എടുക്കാവും. ഇതടിച്ചാൽ കറക്റ്റ് അതിൻ്റെ സെൻറ്ററാവും. ഇതാണ് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ. ഇതിൽ തന്നെ കുറച്ച് ഡിഫാൾട്ട് സ്റ്റൈൽസ് ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫോണ്ട് മാറും. ഒരു സ്റ്റൈൽസ് വേണ്ട, പഴയ പോലെ മതിയെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. പഴയ പോലെ ആക്കാം. ഇതിൽ തന്നെ വേറെ ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റൈല് മാത്രം കൺട്രോൾ സെറ്റ് എടുത്താൽ പഴയ പോലെ ആവും. പല ഓപ്ഷനുകളുണ്ട്. ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ആ സ്റ്റൈല് മാത്രം മതി. ഇതിൻ്റെ വലിപ്പം കൂട്ടണം. ഇത് ഫോണ്ട് സൈസ് ഉണ്ട്. ഫോണ്ട് സൈസിൽ കയറി അഡ്ജസ്റ്റ് ചെയ്യാം. വെൽക്കം ടു CS5. സെൻട്രലൈസ് പോയി വീണ്ടും ഇത് ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സെൻറ്റർ ആയിക്കോട്ടെ. അത് ഇപ്പോൾ ഇവിടെ വന്നു ഇൻട്രോ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ നേരത്തെ ഈ ബ്ലൂവിനെ ഡ്രാഗ് ചെയ്ത് വെച്ച പോലെ ഇൻട്രോയെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കണം. വലിച്ചിങ്ങനെ നോക്കി വെക്കാം. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ചെറിയൊരു എഡിറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രീമിയറിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. അയ്യോ, അതിൻ്റെ സ്പെല്ലിങ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, നിങ്ങളാരും ശ്രദ്ധിച്ചില്ല. വെൽക്കം അത് തിരുത്തണമെങ്കിൽ നമ്മൾ തെറ്റ് വന്നാൽ നന്നായി. നമുക്ക് തിരുത്തണമെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇൻട്രോയിൽ തെറ്റ് വന്നു. ഇൻട്രോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ അല്ല ഈ ടൈപ്പിംഗ് ടൂൾ ഇല്ലെങ്കിൽ നമുക്കിത് അവിടെ പോയി ടെക്സ്റ്റ് ആൻഡ് ടൈപ്പ് ചെയ്ത് വെളിയിൽ വേറെ എങ്കിലും ക്ലിക്ക് ചെയ്യില്ല. എനിക്ക് വേറെ പുതിയൊരു ടൈറ്റിലായിട്ട് മാറും. ഇതിൻ്റെ നടുക്ക് തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ടൊരു ബാക്ക് സ്പേസ് എടുത്തിട്ട് വെൽക്കം എന്നാണ്. എന്നിട്ട് വീണ്ടും സെൻട്രലൈസ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ അതാ നമുക്കിതൊന്ന് പ്ലേ ചെയ്യണമെങ്കിൽ സ്പേസ് ബാർ അടിച്ചാൽ മതി. വീണ്ടും തുടക്കത്തിൽ കൊണ്ടുവച്ച് സ്പേസ് ബാർ അടിച്ച് അപ്പോൾ തന്നെ അത് അനങ്ങി തുടങ്ങി. വലുതാക്കണമെങ്കിൽ പ്ലസ് അടിച്ചായി. ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ പ്ലസ്. ഇപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് വന്നു. ഒരു രസമില്ലാത്ത രീതിയിൽ വന്നു. നമുക്കപ്പോൾ അതിലൊരു എഫക്റ്റ് ഉണ്ടെങ്കിൽ ഇത് ഇവിടെ പോയിട്ട് എഫക്ട്സിൽ പോയിട്ട് ഡിസോൾവ് ഉണ്ട്. DISSOL ക്രോസ് ഡിസോൾവ്. ഇതിങ്ങനെ നേരെ ഡ്രാഗ് ചെയ്ത് അതിലോട്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് പതുക്കെ ഫേഡിനായിട്ട് വരും. ഒക്കെ സാധാരണ എഫക്റ്റുകളാണ്. വെൽക്കം ടു CS5. നമുക്ക് ഈ എഫക്റ്റിനെ ഇത് വലുതാക്കാൻ മനസ്സിലായില്ല. പ്ലസ് അടിച്ചായി.
പ്ലസ് സിമ്പിൾ അടിച്ചാൽ വലുതാവും. ബാക്ക് സ്പേസിൻ്റെ തൊട്ടടുത്തുള്ള പ്ലസ്, ആ പ്ലസ് അടിച്ചാൽ ഈ എഫക്റ്റിനെ കളയണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് അടിച്ചാൽ. ഇതിനെ നമുക്ക് ഷോർട്ട് കട്ടായിട്ടിടാം. Ctrl+D അടിച്ചാൽ അതെന്താണ് വരാത്തതെന്ന് മനസ്സിലായി. അപ്പോൾ Ctrl+D അടിച്ചു, എഫക്റ്റ് അതിൽ വന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ ഈ വീഡിയോ എന്ന് പറഞ്ഞ ലെയർ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഈ ലെയർ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഈ ലെയറിൽ എഫക്റ്റ് ഇട്ട് അത് വരത്തില്ല. ഈ വീഡിയോ 2 കൂടെ സെലക്ട് ചെയ്തിട്ട് Ctrl+D അടിച്ചാൽ എഫക്റ്റ് വരും. ഇപ്പോൾ കണ്ട എഫക്റ്റ് വന്നത്. ഇനി അത് പതുക്കെ ഫേഡിനായിട്ട് വരും. ഈ ഫേഡിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അത് എഫക്ട്സ് കൺട്രോളിലാണ്. ഇതാണ് എഫക്ട്സ് കൺട്രോളിൽ പോയിട്ട് 1.05 നമുക്ക് 20 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെറുതാവും. ചെറുതായി വളരെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് വരും. അതാണ് എഫക്റ്റ്. ഇതിനിപ്പം നമുക്കിത് ഇത്രയും ദൂരം മതി. അപ്പോൾ നമ്മളതിനെ കട്ട് ചെയ്യണം. ഇത്രയും വരെ മതി എന്ന് വെച്ചാൽ കട്ട് ചെയ്യണം. സി എടുക്കണം. ഇറേസർ ടൂൾ സി. നമുക്ക് ഷോർട്ട് കട്ടായിട്ട് സി എന്ന് അടിച്ചാൽ സി വരും. ഞാനിപ്പം കീബോർഡ് ടൈപ്പ് സി ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആരോ ടൂൾ എടുക്കണതിന് വരെ വി എന്നടിച്ചാൽ ഇവിടെ വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ വി എന്നടിക്കുകയാണ്. വി എന്നടിച്ച് കഴിഞ്ഞാൽ അത് മാറി സെലക്ഷൻ ടൂളായി. എന്നിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത്രയും മതി. ഇതാണ് ആ ടൂള്. ആ 2 ടൂളുകൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ആരോ ടൂള് വി, കട്ട് ടൂള് സി. 2 ടൂളാണ് നമ്മളിന്ന് പഠിച്ചത്. തുടക്കത്തിൽ പഠിച്ചത് ഫെയ്ഡിങ് പഠിച്ചു, Ctrl+D. അത് കഴിഞ്ഞ് ഇതിനെ കട്ട് ചെയ്യാനായിട്ട് സി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ബാക്കിയായിട്ട് ടൈപ്പ് ചെയ്യണം. വീണ്ടും ആരോട്ടുള്ള എടുക്കണം. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇൻട്രോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ തിരുത്താൻ പാടില്ല. എങ്കിൽ ഇതങ്ങ് മാറും. ഇത് മാറി പുതിയതാവും. നമുക്ക് പകരം ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. അതിന് ഇതാണ്ട് ഈ ഒരു ടി ഉണ്ടാവും. അതിനെ ക്ലിക്ക് ചെയ്തിട്ട് ടൈറ്റിൽ 2 ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ടൈറ്റിൽ 2 എന്നിട്ട് അതിനെ തിരുത്താം. ബേസിക് സ്റ്റഡി താഴെ എൻ്റർ അടിച്ചിട്ട് ബേസിക് സ്റ്റഡി എന്നുള്ളത് താഴെ ടൈപ്പ്. ബേസിക് സ്റ്റഡി ഇത് സെൻട്രലൈസ്ഡ് ആണ്. ഇതിപ്പോൾ 2 കൂടെ പുറത്തോടെ ഇരിക്കുന്നുണ്ടാണ് നമുക്കൊന്നും ശരിക്കും മനസ്സിലാവാത്തത്. ഞാൻ ക്ലോസ് ചെയ്യുക. ടൈറ്റിലിൻ്റെ വീണ്ടും എടുത്തതിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവെക്കുക. ഇപ്പോൾ ആദ്യം ഇൻട്രോ ഫെഡിനായിട്ട് വന്നു. നമ്മൾ തൊട്ടടുത്ത് തന്നെ ബേസിക് സ്റ്റഡി എന്ന് പറഞ്ഞ ടൈറ്റിൽ 2 കൊണ്ടുവച്ചു. ഇത് രണ്ടും ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസോൾവ് ഇടാം. അത് ഡിസോൾവിൻ്റെ കീ Ctrl+D. അത് കഴിഞ്ഞ് അതിലോട്ട് ഡിസോൾവായിട്ട് കയറും. ഇതാണ് ഡിസോൾവ് ഇതിൻ്റെ ഉപയോഗം. ക്രോസ് ഡിസോൾവ് എന്നത്. ഇത് അവസാനം വന്ന് ഡിസോൾവ് ആയി പോകാനും Ctrl+D. അങ്ങനെ അടിച്ച് ഇത് പതുക്കെ ഫെയ്ഡ് ഔട്ടായിട്ട് അങ്ങ് പോകും. ഇത് ഫെയ്ഡിങ്ങും ഇത് ഫെയ്ഡ് ഔട്ടുമാണ്. നമ്മൾ അത്രയും പഠിച്ചല്ല. നമുക്കിത് ഇത്രയും ഭാഗം ഒന്ന് മൂവി അടിക്കണമെന്ന് വെച്ചാൽ നമുക്കിത് ഇവിടെ തൊട്ട് മതി. അതിന് പേജ് അപ്പ് അടിക്കണം. ആദ്യം പേജ് അപ്പും പേജ് ഡൗണും ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ CS5 ആയിട്ട് പേജ് അപ്പ് ആൾട്ടും ഒരു ബോക്സും ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. ആൾട്ടും ബോക്സും. അപ്പോൾ നമുക്കിത് ഇവിടം തൊട്ട് ഇവിടെ വരെ വേണം. അത് കഴിഞ്ഞിട്ട് പേജ് ഡൗൺ 2 ഫ്രെയിം പുറകോട്ടാക്കിയിട്ട് 2 ഫ്രെയിം പുറകോട്ടാക്കിയാലും കുഴപ്പമില്ല. ആൾട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു ബോക്സ് ഉണ്ട്. അത് ഞാനിതിൽ കാണിക്കാം. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ സെലക്ഷനായി. ഇതിൻ്റെ ലെങ്ത് അറിയണമെങ്കിൽ നമ്മൾ I എന്നടിക്കണം. ഇവിടെ വെച്ച് I എന്നടിച്ച് ഇതിൻ്റെ എൻഡ് പോർഷനിൽ കൊണ്ടുവച്ച് ഇതിൻ്റെ ലെങ്ത് ഇതാ ഇവിടെ കാണിക്കും. 11 സെക്കൻഡ്. ഇവിടെ തൊട്ട് ഇവിടെ വരെ 11 സെക്കൻഡ് ഉണ്ട്. ഇതിൻ്റെ നമ്മൾ കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ ലെങ്ത്ത് കൂടും. പക്ഷേ നമ്മളിതാ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുവരെ നമുക്കൊരു മൂവി ഫയൽ MP4 ആയിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റുക. ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ള സാധനങ്ങളെ നമുക്ക് മൂവി അടിച്ചിപ്പോൾ എടുക്കാൻ പറ്റും. നമുക്ക് അത്രയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന്. പ്ലസ് മൈനസ് അടിച്ചാൽ ഇത് വലുതാവും ചെറുതാവും. അത് ഞാൻ പറയാം. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇതിനെ. ഇപ്പോൾ നമുക്കൊരു മ്യൂസിക് ഇടണമെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ അകത്തോട്ടൊരു മ്യൂസിക്കിനെ കൊണ്ടിട്ട് ഇവിടെ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വെളിയിൽ നിന്നുള്ള ഫയലൊക്കെ കൊണ്ടുവരാം. മനസ്സിലായോ? പ്രോജക്റ്റ് വിൻഡോ ഇവിടെ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഡ്രൈവെല്ലാം ഇതിൽ കാണാം. അപ്പോൾ ഞാൻ ഡി ഡ്രൈവിനെ കുറിച്ച് മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അതിനെ നമുക്കിതിലോട്ട്
കൊണ്ടുവരാം. മ്യൂസിക് കട്ട്സി അത് ട്രാക്കർ എടുക്കാം. ട്രാക്കറിനെ എടുത്തിട്ട് ഇതെല്ലാം ഇതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വിൻഡോയിൽ നിന്ന് ക്ലിക്ക് ചെയ്തെടുത്ത് താഴെ കൊണ്ട് അങ്ങ് പ്ലേസ് ചെയ്യണം. എന്നിട്ട് കേട്ട് വെക്കാം. മ്യൂസിക് കേൾക്കാൻ സാധിക്കുന്നില്ലേ? അതുവരെ മതി. എനിക്ക് എന്ത് ചെയ്യണം? സി അടിക്കണം, അല്ലെങ്കിൽ റൈസർ ടൂൾ മൗസ് വെച്ച് സെറ്റ് ചെയ്യണം. ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ സി അടിച്ചിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വി അടിച്ചിട്ട് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ്ട് എല്ലാവർക്കും എത്തിപ്പാടായിരിക്കും. ആഡിയോയ്ക്ക് ഡിസോൾവ് ഇടണം. ആഡിയോയ്ക്ക് ഡിസോൾവ് ആണെങ്കിൽ കൺട്രോൾ ഡി അല്ല, കൺട്രോൾ ഷിഫ്റ്റ് ഡി ആണ് ആഡിയോ ഡിസോൾവ്. ഇതായിപ്പോൾ വന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ എൻഡിൽ പോകണമെങ്കിൽ പേജ് ഡൗൺ 2 ക്ലിക്ക് അടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ് ഓരോ ലെയർ അനുസരിച്ച്. അതിലും ഇനി കൺട്രോൾ ഷിഫ്റ്റ് ഡി. അപ്പോൾ പതുക്കെ ഫീഡ് ഔട്ടായിട്ട് പോകും. ഇപ്പോൾ നമ്മളൊരു ഇൻട്രോ തയ്യാറാക്കി കഴിഞ്ഞു. ഓക്കെ, അതൊന്ന് കണ്ടു നോക്കാം. ബേസിക് സ്റ്റഡി. നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് ഉണ്ട്, എക്സ്പോർട്ട് മീഡിയ. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഷോർട്ട് കട്ട് കൺട്രോൾ-M. നിങ്ങളെല്ലാവരും മിടുക്കന്മാരാകുമ്പോഴും പെട്ടെന്ന് ഷോർട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. എക്സ്പോർട്ട് മീഡിയ അല്ലെങ്കിൽ കൺട്രോൾ-M എല്ലാത്തിനും ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ എക്സ്പോർട്ട് മീഡിയ കൊടുത്തു. ഇതിൽ ചോദിക്കും എങ്ങനെ വേണം. നമ്മളിപ്പോൾ ഇത് ഏതിലാണ് ചെയ്തത്? 720 H264 കംപ്രസ്ഡ് ആയിട്ടുള്ള MP4 സൈസ് H264 പോയിട്ട് HDV മാറ്റാം. നമ്മളിപ്പോൾ 1080 അല്ല എടുത്തത്, 720 ആണ് എടുത്തത്. 720 ആണെങ്കിൽ ഇതിലുണ്ട് 720 HDV 720p ഹൈ ക്വാളിറ്റി. അത് സെലക്ട് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ളൊരു പേര് കൊടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് എങ്ങോട്ട് സേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഡോക്യുമെൻറ്റ്സിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ 720p മാറ്റിയിട്ട് ഇൻട്രോ എന്നിടാം. ഇൻട്രോ എന്നിട്ട് സേവ് ചെയ്യണം. അതായിട്ട് പോയി കിടക്കും ഇൻട്രോ സേവ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നോക്കണം. H264 HDV 720p ഹൈ ക്വാളിറ്റി. ബാക്കിയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും. എന്നിട്ട് ഇതിൽ എക്സ്പോർട്ട് അടിക്കുമ്പോൾ ചെറിയൊരു പരിപാടി, പെട്ടെന്ന് എക്സ്പോർട്ട് ആയി. വലിയ ഫയലല്ലല്ലോ, പെട്ടെന്ന് എക്സ്പോർട്ട് ആകും. നമുക്ക് അവിടെ പോയി ഒന്ന് കണ്ടു നോക്കാം. ഡോക്യുമെൻറ്റ്സിൽ ടെസ്റ്റിൻ്റെ അകത്ത് ഇൻട്രോ MP4 ആയിട്ട് ഇവിടെ നമുക്ക് വിൻഡോസ് 7 ആയിട്ട് ഇതിൽ സൈസ് എല്ലാം കാണിക്കും. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വിൻഡോസ് 7 ആണ്, 64-bit. അതിൽ 64-bit CS5 ഒക്കെ ഇൻസ്റ്റാൾ ആകും. വിൻഡോസ് 7 64-bit. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. വെൽക്കം ടു CS5. നമുക്ക് ഇതിൻ്റെ ഐക്കൺ കാണാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇൻട്രോ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. വെൽക്കം ടു CS5 ബേസിക് സ്റ്റഡി. ഇത്രയുള്ളൊരു വീഡിയോ. ഒരു യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിൽ ഒരു ഇൻട്രോ ഉണ്ടായാൽ നന്നായിരിക്കും. കുറച്ച് ആഡംബരത്തിലൊക്കെ ചെയ്യണമെങ്കിൽ പ്രീമിയർ വിട്ട് ആഫ്റ്റർ എഫക്ട്സ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമ്മൾ പ്രീമിയറിൽ ചെയ്ത ജസ്റ്റ് ഒരു ഇൻട്രോ ആണ്. കുറച്ചുകൂടെ നല്ല ഇൻട്രോ ചെയ്യാൻ ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ മ്യൂസിക്കൊക്കെ ഇട്ട് ചെറിയൊരു ഇൻട്രോ ചെയ്തു. ഇതിൻ്റെ സൈസ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തിരികെയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫോട്ടോഷോപ്പ്, പ്രീമിയർ, ആഫ്റ്റർ എഫക്ട്സ് എല്ലാം ഞാനിതിൽ ട്യൂട്ടോറിയൽ ഇടുന്നതായിരിക്കും. യൂട്യൂബിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ അത്യാവശ്യമായിട്ടും ഫോട്ടോഷോപ്പും പ്രീമിയറും അത്യാവശ്യമായിട്ടും പഠിച്ചിരിക്കണം. യൂട്യൂബ് വഴി എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. ഞാനെല്ലാം മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ എന്ത് തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ അത് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാം. അപ്പോൾ ബൈ.